സാർ ഇനി പഠിച്ചു തുടങ്ങിയാലും എനിക്ക് ഫുൾ A+ കിട്ടുമോ, അല്ലെങ്കിൽ ഒരു ഫുൾ മാർക്കിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ പറ്റുമോ? ഈ ഒരു ചോദ്യം പല കുട്ടികളും ഇപ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മക്കളെ, നിങ്ങൾ RDX സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയി. പക്ഷെ പോയപ്പോൾ ചെറിയൊരു പ്രശ്നം പറ്റി. നിങ്ങൾ ഒരു 5 മിനിറ്റ് ലേറ്റായി. സിനിമ ഒരു 5 മിനിറ്റ് ഓൾറെഡി ഓടി തുടങ്ങി. 2 ചോയ്സാണ് നിങ്ങൾക്കുള്ളത്. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, പോട്ടെ സാരമില്ല, 5 മിനിറ്റല്ലേ മിസ് ചെയ്തിട്ടുള്ളൂ, ഞാനത് ബാക്കിയുള്ളത് ഇത്രയും സമയം ബാക്കിയില്ലേ, അത് ഫുള്ളായിട്ടിരുന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുന്നു, സിനിമ മൊത്തത്തിൽ കാണുന്നു, ഹാപ്പി ആയിട്ട് ഇറങ്ങി വരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാം, ഇല്ല ആ 5 മിനിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങനെയൊന്നും എനിക്ക് സിനിമ കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എന്താണ് ഇന്ന് സിനിമ കാണുന്നില്ല, ഞാൻ വീട്ടിൽ പോകുന്നു, ഞാൻ നാളെ വന്നിട്ട് ഫസ്റ്റ് തന്നെ വന്നിട്ട് ഞാൻ ഫുള്ള് സിനിമ കാണും. ഇതിലേത് ചോയ്സ് ആയിരിക്കും നിങ്ങൾ എടുക്കുക? ഏതെടുത്താലും നിങ്ങളെ കുറ്റം പറയാനില്ല. രണ്ടും ഈക്വലി വാലിഡ് ചോയ്സസ് ആണ്, അല്ലേ? രണ്ടും ലോജിക്കലായിട്ടുള്ള ചോയ്സസ് ആണ്. നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ ഏത് ചോയ്സ് എടുത്താലും നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. ഈ RDX സിനിമ കാണുന്ന പോലെ തന്നെയാണ് നമ്മുടെ പരീക്ഷയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫുൾ മാർക്കോ അല്ലെ ഫുൾ A+ നേടിയെടുക്കുന്നതിന്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ പരീക്ഷ എന്ന് പറഞ്ഞ സിനിമ ഒരൊറ്റ പ്രാവശ്യം ഓടുള്ളൂ. അതായത് നിങ്ങൾ 5 മിനിറ്റ് ലേറ്റ് ആയാലും നിങ്ങൾ 10 മിനിറ്റ് ലേറ്റ് ആയാലും നിങ്ങൾക്ക് അടുത്ത ദിവസം വന്ന് കാണാനുള്ളൊരു ഓപ്ഷൻ അവിടെ ഇല്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. നിങ്ങൾ ചിലപ്പോൾ ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ ഒക്കെ ഇപ്പം മിസ്സായിട്ടുണ്ടാവുള്ളൂ. നമ്മൾ പബ്ലിക് എക്സാം അടുത്തില്ല, മോഡൽ എക്സാമേ അടുത്ത് വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സിനിമയുടെ കണക്കിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു 5 മിനിറ്റ് ഓൾറെഡി ചിലപ്പോൾ മിസ്സായി പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒന്നെങ്കിൽ തീരുമാനിക്കാം, ബാക്കിയുള്ള സിനിമയുടെ 2 മണിക്കൂറിൽ അല്ലെങ്കിൽ 2 മണിക്കൂർ 20 മിനിറ്റ് ആണെങ്കിൽ ആ സമയം അത് മുഴുവൻ നിങ്ങൾക്ക് മാക്സിമം എന്താണ് എൻജോയ് ചെയ്യാം. അല്ലെങ്കിൽ പഠനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നന്നായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാം. സിനിമ ഹാളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആ ആദ്യത്തെ 5 മിനിറ്റ് നിങ്ങളെ വലിയ രീതിയിൽ ബോദർ ചെയ്യില്ല. പക്ഷേ ബാക്കിയുള്ള മൊത്തം സമയം എന്താണ് നിങ്ങൾ എൻജോയ് ചെയ്തതിൻ്റെ സന്തോഷമായിരിക്കും. അതേപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ സംഭവിക്കാവുന്നത്. നിങ്ങൾ ബാക്കിയുള്ള ആ സമയം മൊത്തം പഠിച്ചതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നിങ്ങളുടെ പരീക്ഷാ പേപ്പറിലെ റിസൾട്ടിൽ എന്തായാലും കാണാൻ പറ്റും. അത് ഫുൾ A+ രൂപത്തിലാവാം, നിങ്ങൾ ഒന്നും കൂടി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്കിൻ്റെ രൂപത്തിലാവും. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുകയാണ് ആദ്യത്തെ 5 മിനിറ്റ് മിസ്സായി, നാളെ വന്ന് കാണാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ RDX സിനിമ ചിലപ്പം നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ ഈ പരീക്ഷ നാളെ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും വരില്ല. രണ്ടാമതൊരു ചാൻസ് ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ ചാൻസ് മാക്സിമം യൂസ്ഫുൾ ആക്കി എടുത്ത് ഈ ഒരൊറ്റ ചാൻസേ നമുക്ക് ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കി, അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ മാർക്കിലേക്ക് എത്താൻ സാധിക്കും. അതിലൊരു സംശയമില്ല. ഇനി അത് എങ്ങനെ നടത്തിയെടുക്കും, എങ്ങനെയാണ് ഈ ഒരു മാർക്കിലേക്ക് ഇനി പഠിച്ചു തുടങ്ങിയാൽ എത്താൻ പറ്റുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ശരിക്കും താല്പര്യമുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം താഴെ ഈ കൊടുത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ നിങ്ങൾ കയറി വരിക. ആ ലൈവിൽ കൃത്യമായിട്ട് പറഞ്ഞു തരും ഇനി മുതൽ നിങ്ങൾ എങ്ങനെ പഠിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നു. അതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെ നടക്കും, അതിലൊരു സംശയം ഉണ്ടാവില്ല. സിനിമ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ പോസിറ്റീവ് റിവ്യൂ മാത്രമേ കൊടുക്കുകയുള്ളൂ. കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ വൈകുന്നേരം കാണാം.